എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 38 റിവ്യൂ ആണ്. ഇന്നലത്തെ എപ്പിസോഡിൽ ഈ ലക്ഷ്മി പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇതാദ്യമായിട്ടല്ല ലക്ഷ്മി ഈ കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ലക്ഷ്മി വന്ന ദിവസം തന്നെ ആദിലയായിട്ട് നടത്തിയിട്ടുള്ളൊരു കോൺവെർസേഷനിൽ തന്നെ ലക്ഷ്മിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം ഈ വന്ന ദിവസം ആദിലേൻ്റെ അടുത്ത് ലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇത്തരത്തിൽ ഓപ്പൺ ആയിട്ട് കാണിക്കുന്ന സമയത്ത്, ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്ന സമയത്ത് ഇത് കാണുന്ന ചെറിയ കുട്ടികളോട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കും? അങ്ങനെ പറയുന്ന സമയത്ത് ഈ ടീനേജിലുള്ള കുട്ടികൾക്ക് അവരുടെ സെക്ഷുവാലിറ്റിയിൽ ഒരു കൺഫ്യൂഷൻ വരില്ലേ എന്നാണ് ലക്ഷ്മി ആദിലിൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ആദില തിരിച്ചതിന് മറുപടി പറയുന്നുണ്ട്, ഈ സെക്ഷുവാലിറ്റീൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനും ആർക്കും വരില്ല എന്നുള്ളത്. അത് പക്ഷേ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ വീണ്ടും ഒരു അനവസരത്തിൽ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത്തരത്തിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇന്നലെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ ഇന്നലെ ലക്ഷ്മി പറഞ്ഞത്, സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പോലും ഇവളുമാർക്കൊന്നും പറ്റത്തില്ല, അത്തരത്തിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് മേടിച്ച് ഇവിടെ നിൽക്കാനായിട്ട് എനിക്ക് അത്ര ഉളുപ്പില്ലായ്മ ഇല്ല എന്നുള്ളതാണ്. നിൻ്റെ ഒന്നും കുടുംബത്തിൽ പോലും ഇവളുമാരെ കയറ്റത്തില്ല എന്നുള്ളതാണ് അക്ബറിൻ്റെ അടുത്ത് ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് പറയാനിടയായിട്ടുള്ള സാഹചര്യം, ഇന്നലത്തെ ടാസ്കിൽ അക്ബറും ജിഷിനും കൂടെ ബഹളം ഉണ്ടാക്കി. അപ്പോൾ ലക്ഷ്മി പറയുന്നത്, ഇവരുടെ ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് എനിക്ക് പണിയെടുക്കാൻ സാധിച്ചില്ല, ഞാൻ ചെയ്യുന്ന പണിയെ ഇവർ തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ അക്ബർ പറയുന്നു, ബഹളം ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്, പക്ഷേ നിന്റെ പണീനെ തടസ്സപ്പെടുത്തി എന്നുള്ളത് ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഈ കാര്യത്തിൽ ലക്ഷ്മിയും അക്ബറും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന സമയത്ത് ലക്ഷ്മി പറയുന്നു, എൻ്റെ പണീനെ നീ തടസ്സപ്പെടുത്തി. അപ്പോൾ അക്ബർ ചോദിക്കുന്നു, ഈ കാര്യത്തിൽ വേറെ ആരും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് ലക്ഷ്മി ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതായത് ആദിലയും ഈ പണിക്കാരുടെ കൂട്ടത്തിലുണ്ട്. ആദില ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. ആദില മാത്രമല്ല, ഒണിയിലുണ്ട്, അഭിലാഷ് ഉണ്ട്, ബിന്നിയുണ്ട്, മസ്താനിയുണ്ട്. എന്നിട്ട് ഇവർക്കെതിരെ ഒന്നും ലക്ഷ്മി പറയാതെ ഈ ആദില സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രം എടുത്തു വെച്ചിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് മേടിച്ച് നിൽക്കാനായിട്ട് എനിക്ക് ഉളുപ്പില്ലായ്മ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള, ഈ സമൂഹത്തിൽ പോലും ഇവളുമാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല, നിൻ്റെ ഒന്നും കുടുംബത്തിൽ പോലും ഇവളുമാരെ കയറ്റത്തില്ല എന്നുള്ളത് പറഞ്ഞത്. ഇത് ആദ്യം കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ അക്ബറിൻ്റെ ഉമ്മ വിളിച്ച സമയത്ത് പറഞ്ഞിരുന്നല്ലോ, പിന്നെ ഇവരോട് ആദിലേൻ്റെ അടുത്തും നൂറേൻ്റെ അടുത്തും സംസാരിക്കരുത് എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു അക്ബറിനെതിരെ ആയിരിക്കും ഇത് പറയുന്നതെന്ന്. പിന്നെ വീണ്ടും ഒന്നും കൂടെ കേട്ട സമയത്താണ് ഓക്കെ, ഈ കാര്യത്തിലുള്ള എന്താണ് പിന്നെ ലക്ഷ്മീൻ്റെ അഭിപ്രായം എന്നുള്ളത് വന്ന ദിവസം തന്നെ ലക്ഷ്മി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും ലക്ഷ്മി ഈ കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ, ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ സംസാരിച്ചതാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മാത്രമല്ല, ഇത്രയും രൂക്ഷമായിട്ട് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം പോലും അവിടെ ഇല്ല. അപ്പോൾ ഒരു ചെറിയൊരു കാര്യം ഉണ്ടായ സമയത്ത് പോലും ഇത്രയും വലുതായിട്ട് അവർക്കെതിരെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ മനസ്സിൽ ഇവർക്കെതിരെ എത്രത്തോളം ഹേറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ലക്ഷ്മിക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. എല്ലാ വിഷയത്തിലും ഡബിൾ സ്റ്റാൻഡാണ്. ഈ ആര്യൻ്റെയും ജിസേലിൻ്റെയും വിഷയത്തിൽ ആദ്യം അനുമോളുടെ കൂടെ അത്രയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് വീക്കെൻഡ് എപ്പിസോഡ് ആയപ്പോഴത്തേക്കിനും നേരെ പ്ലേറ്റ് തിരിച്ചു വെച്ചു. അതുകൊണ്ട് നിലപാട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ കർക്കശമായിട്ട് എടുത്തു വയ്ക്കുന്ന ഒരാളാണ് ലക്ഷ്മി എന്നുള്ളതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പല കാര്യത്തിലും ഡബിൾ സ്റ്റാൻഡ് കാണിച്ചിട്ടുള്ളതുകൊണ്ട്. എന്നാൽ ആവശ്യമില്ലാത്തൊരു ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ഇത്തരത്തിലുള്ളൊരു സംസാരവും കൊണ്ടുവരും. അതാണ് തുടക്കം തൊട്ടേ ലക്ഷ്മി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് ചോദ്യം ചെയ്യുന്ന സമയത്ത് നേരെ തിരിച്ച് വേറെ എന്തെങ്കിലും പറയാനും ആയി. അപ്പോൾ ഇത്രയാണ് ഈ ലക്ഷ്മീൻ്റെ വിഷയത്തിൽ പറയാനായിട്ടുള്ളത്. ഇനി നേരെ എപ്പിസോഡിലേക്ക് വന്നാൽ, ഇന്നലെ ലൈവൊക്കെ വൻ ശോകമായിരുന്നു. അങ്ങനെ എടുത്തു പറയത്തക്ക വിധം കോണ്ടന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പിസോഡിൽ തന്നെ ഉച്ചയ്ക്ക് അഖിൽ മാരാർ വീണ്ടും ബിഗ് ബോസിലേക്ക് വരുന്നത് തൊട്ടാണ് കാണിക്കുന്നത്. അഖിൽ മാരാർ കൺഫെഷൻ റൂമിലിരിക്കുന്നു, ബിഗ് ബോസ് അഖിൽ മാരാരോട് സംസാരിക്കുന്നു. വീക്കിലി ടാസ്കിൻ്റെ കത്ത് വായിക്കാനായിട്ട് അഖിൽ മാരാരെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം ലിവിംഗ് റൂമിലേക്ക് വന്നിരിക്കാൻ പറയുന്നു. എന്നിട്ട് ബിഗ് ബോസ് ഇവരോട് പറയാണ്, വീക്കിലി ടാസ്ക് തുടങ്ങാൻ പോവുകയാണ്, പക്ഷേ കത്ത് വായിക്കാനായിട്ട് നിങ്ങളെ ആരെയും ഞാൻ വിളിക്കുന്നില്ല. അങ്ങനെ അഖിൽ മാരാർ കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അഖിൽ മാരാരാണ് വീക്കിലി ടാസ്കിൻ്റെ കത്ത് വായിക്കുന്നത്. വീക്കിലി ടാസ്ക് നൂതില ചെരുപ്പ് ഫാക്ടറി. ഇപ്പോൾ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, പല തവണകളായിട്ട് നൽകുന്ന ഓർഡറുകൾക്കനുസരിച്ചിട്ട് ചെരുപ്പ് നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ് ടാസ്ക്. ഫാക്ടറീൻ്റെ ഉടമയായിട്ടുള്ളത് നൂറയാണ്. നൂറ കർക്കശക്കാരിയായിട്ടുള്ള ഒരു മുതലാളിയാണ്. നൂറേൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജിഷിനാണ്. ഈ ജിഷിൻ്റെയും നൂറേൻ്റെയും തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിക്കുന്ന യൂണിയൻ ലീഡറാണ് അക്ബർ. തൊഴിലാളികളായിട്ടുള്ളത് ഷാനവാസ്, അഭിലാഷ്, ഒണീൽ, മസ്താനി, ബിന്നി, ലക്ഷ്മി എന്നിവരാണ്.
അപ്പോൾ ഏതൊക്കെ തൊഴിലാളികൾ എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത് യൂണിയൻ ലീഡറായിട്ടുള്ള അക്ബറാണ്. അതേപോലെ തന്നെ തൊഴിലാളികളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോയിൻസ് നൽകാം. അത് 2 തരത്തിലുള്ള കോയിൻസ് ഉണ്ട്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഗോൾഡ് കോയിനും കൊടുക്കാം. മോശം തരത്തിൽ അവിടെ ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യാത്ത ആൾക്കാർക്ക് ബ്ലാക്ക് കോയിൻസും കൊടുക്കാം. ഈ ഏറ്റവും കൂടുതൽ ഈ ടാസ്ക് കഴിയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻസ് കിട്ടുന്ന ആൾ അടുത്ത ആഴ്ച ഡയറക്റ്റ് ആയിട്ട് നോമിനേഷനിൽ വരും. അതേപോലെ ആർക്കൊക്കെ ഏതൊക്കെ കോയിൻസ് എത്ര എണ്ണം വീതം കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് മുതലാളിയായിട്ടുള്ള നൂറയാണ്. അതേപോലെ ഈ മുതലാളിയായിട്ടുള്ള നൂറേനെ എപ്പോൾ കണ്ടാലും തൊഴിലാളികൾ എല്ലാവരും സല്യൂട്ട് ചെയ്യണം. ഈ ടാസ്ക് ലെറ്റർ വായിച്ചതിന് ശേഷം അഖിൽമാരാർ ഇവർക്ക് ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏത് ടാസ്ക് വന്നാലും അതിൻ്റെ ടാസ്ക് ലെറ്റർ നിങ്ങൾ നന്നായിട്ട് വായിക്കണം. കാരണം അതിലെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതിനകത്ത് തന്നെ ബിഗ് ബോസ് ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ടാസ്ക് ലെറ്റർ കറക്റ്റായിട്ട് വായിച്ച് ബുദ്ധിപൂർവ്വം കളിക്കാനായിട്ട്. അതിപ്പോൾ ഈ സീസണിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ടാസ്ക് ലെറ്റർ ഒന്നും കറക്റ്റായിട്ട് വായിച്ച് ബുദ്ധിപൂർവ്വം ഒന്നും കളിക്കാനൊക്കെ അതൊക്കെ ഭയങ്കര മെനക്കേടാണ്. ഏത് തരത്തിലുള്ള ടാസ്ക് കൊടുത്താലും കയ്യാങ്കളിയിൽ അവസാനിക്കുക എന്നുള്ളതാണ് ഈ സീസണിലെ മത്സരാർത്ഥികളുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ടാസ്ക് ലെറ്ററൊക്കെ വായിച്ചതിന് ശേഷം ബിഗ് ബോസ് അഖിൽമാരാരോട് പറയുകയാണ് ഇനി ശരിക്കുള്ള വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറയാൻ. അപ്പോൾ അഖിൽമാരാരും നിലവിലെ ബിഗ് ബോസിലെ മത്സരാർത്ഥിയായിട്ടുള്ള ലക്ഷ്മിയും സെറീനയും അഭിഷേക് ശ്രീകുമാറും അഭിനയിച്ചിട്ടുള്ള മുള്ളൻകൊല്ലി എന്ന് പറയുന്ന സിനിമേൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇവർ 3 പേരും ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ സിനിമേൻ്റെ ട്രെയിലർ അവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ സിനിമേൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ശേഷം ഇവർ 3 പേരും തിരിച്ചിറങ്ങുന്നുണ്ട്. അങ്ങനെ ഇവർ തിരിച്ചു പോയതിന് ശേഷം നൂറേനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് നൂറേനോട് പറയാണ് ഈ തന്നിരിക്കുന്ന ഓർഡറുകൾ കറക്റ്റായിട്ട് പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ നൂറയ്ക്ക് കിട്ടിയിട്ടുള്ള സൂപ്പർ പവറുകൾ നഷ്ടപ്പെടും. അതായത് ഈ തരുന്ന ഓർഡറുകൾ കൃത്യസമയത്ത് പൂർത്തിയാക്കണം. ഇപ്പം 3 ഓർഡറുകൾ തരികയാണെന്നുണ്ടെങ്കിൽ അതിൽ 2 എണ്ണമെങ്കിലും കറക്റ്റായിട്ട് പൂർത്തീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നൂറയ്ക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള 2 സൂപ്പർ പവറുകളിൽ 1 നഷ്ടപ്പെടും. ഈ ആദ്യത്തെ ഓർഡർ പൂർത്തിയാക്കാനായിട്ടുള്ള സമയം 2ാമത്തെ ഓർഡർ ലഭിക്കുന്നത് വരെ മാത്രമാണ്. അത് എത്ര സമയത്തേക്കാണെന്നുള്ളത് മുൻകൂട്ടി പറയില്ല എന്നുള്ളതും ബിഗ് ബോസ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സൂപ്പർ പവറുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തൊഴിലാളികളെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് നൂറ ശ്രമിക്കണം. അങ്ങനെ കൺഫെഷൻ റൂമിൽ നിന്ന് നൂറ പുറത്തേക്ക് വരികയാണ്. ഈ കർക്കശക്കാരിയായിട്ടുള്ള മുതലാളീൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ചിട്ടാണ് നൂറ പുറത്തേക്ക് വരുന്നത്. നൂറേൻ്റെ അടുത്ത് ജോലി അന്വേഷിച്ച് വരുന്ന അനീഷും അതേപോലെ ദമ്പതികളായിട്ടുള്ള അനുമോളും പ്രവീണും അങ്ങനെ അത്തരത്തിൽ അവരുടെ ഒരു പെർഫോമൻസ്. പിന്നീട് ഈ മുതലാളിയും തൊഴിലാളികളുമായിട്ടുള്ള ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നൂറ പറയുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ട് ക്വാളിറ്റിയിൽ പറയുന്ന ഓർഡറിനനുസരിച്ചിട്ട് ചെരുപ്പുകൾ കറക്റ്റായിട്ട് നിർമ്മിച്ച് നൽകണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് റെന വന്നിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. റെനേൻ്റെ കാലെ പിടിച്ച് വലിച്ച് ജിഷിൻ മാറ്റുന്നു. കസേരയോടെ എടുത്തു വെച്ച് പൊക്കി അപ്പുറത്തോട്ടെടുത്ത് മാറ്റുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇവർ അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അലാം അടിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരികയാണ്. അതായത് മുതലാളിയായിട്ടുള്ള നൂറയും അസിസ്റ്റൻറ്റും യൂണിയൻ ലീഡറും ബാക്കിയുള്ള തൊഴിലാളികളും മാത്രം ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ ചെരുപ്പുകൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. പിന്നീട് അങ്ങോട്ട് വൻ ശോകം എന്ന് പറയാം. കാരണം നൂറേൻ്റെയും അക്ബറിൻ്റെയും ജിഷിൻ്റെയും സൗണ്ട് മാത്രമാണ് പിന്നെ അവിടെ കേട്ടിട്ടുള്ളത്. ഈ എപ്പിസോഡിൽ കട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത് കൊണ്ട് കാണാനായിട്ട് കുറച്ച് ഇതുണ്ട്. അക്ബറും ജിഷിനുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. അതിനിടയ്ക്ക് നോറ വന്ന് സംസാരിക്കുന്നു. അക്ബർ ജോലി ചെയ്യാൻ നടക്കുന്നതിനെതിരെ തൊഴിലാളികൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. അതിനെതിരെ നൂറ സംസാരിക്കുന്നു. ഏതായാലും ഈ ചെരുപ്പുകൾ കറക്റ്റായിട്ട് അവർ 50 എണ്ണം ആദ്യത്തെ ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഓർഡർ 50 ചെരുപ്പുകൾ നിർമ്മിക്കാനായിട്ടാണ്. 50 ചെരുപ്പുകൾ അവർ നിർമ്മിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർക്കുള്ള കോയിൻസ് വിതരണം ചെയ്യാന്നുള്ളത് ബിഗ് ബോസ് പറയുന്നു. അപ്പോൾ നൂറ് ആദ്യം ബിന്നിക്ക് മാത്രമാണ് ഒരു ഗോൾഡ് കോയിൻ കൊടുക്കുന്നത്. അപ്പോൾ യൂണിയൻ ലീഡറായിട്ടുള്ള അക്ബർ പറയുന്നു എല്ലാവരും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളത് പറയുന്ന സമയത്ത് മസ്താനിക്ക് കൊടുക്കുന്നു. അഭിലാഷിന് പിന്നെ ഒരു ഗോൾഡ് കോയിൻ കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും എല്ലാവരും കൂടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. ബാക്കിയുള്ളവരും അതുപോലെ തന്നെ ജോലി എടുത്തിട്ടുണ്ട്. അപ്പം അക്ബറിനും ജിഷിനും എന്തായാലും ഈ കോയിൻസ് ഒന്നും കൊടുക്കത്തില്ല എന്നുള്ളത് നൂറ പറഞ്ഞു കഴിഞ്ഞു. കാരണം അവർ രണ്ടുപേരുമാണ് അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കിയത്, മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ടില്ല. നൂറയെ സംബന്ധിച്ചിടത്തോളം ഈ സൂപ്പർ പവർ നഷ്ടമാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞ ഓർഡർ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കണം. അപ്പം നന്നായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുത്താൽ മതി നൂറിനെ സംബന്ധിച്ച്. പക്ഷെ ഇവരെന്ത് ചെയ്തു, ഈ അസിസ്റ്റൻ്റായിട്ടും അതുപോലെ തന്നെ യൂണിയൻ ലീഡറായിട്ടും നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്തു, ബിഹേവ് ചെയ്തു. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു, അപ്പം ഞങ്ങൾക്കും അതിനനുസരിച്ചിട്ട് കോയിൻ കിട്ടണമെന്നുള്ളതാണ്. പക്ഷേ നൂറ് ഇവർക്ക് കൊടുക്കുന്നില്ല. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വഴക്ക് നടന്നതിന് ശേഷം ഒണീലിനൊരു ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്, ഷാനവാസിനും കൊടുക്കുന്നുണ്ട്, ആദിലയ്ക്കും ലക്ഷ്മിക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ അക്ബറിനും അതേപോലെ ജിഷിനും കൊടുക്കുന്നില്ല. അങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ആയി.
പുറത്തേക്ക് വന്നു. അപ്പോൾ ബാക്കിയുള്ള കോയിൻസ് നൂറിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ പുറത്തേക്ക് വന്ന സമയത്താണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോയിൻസ് കൊടുക്കാത്തതിനെതിരെ ജിഷിനും അക്ബറും കൂടെ നൂറിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, നിങ്ങൾ ജോലി എടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒച്ചയും ബഹളം ഉണ്ടായിക്കൊണ്ട് നടക്കുകയായിരുന്നു. നിങ്ങൾ ഒച്ചയും ബഹളം ഉണ്ടായിക്കൊണ്ട് നടക്കുന്നതിനിടയ്ക്ക് ബാക്കി ആർക്കും ജോലി ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, ജോലി തടസ്സപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോഴാണ് അക്ബർ കയറിയിട്ട് സംസാരിക്കുന്നത്, ഞങ്ങൾ ഒച്ചയും ബഹളം ഉണ്ടാക്കി, പക്ഷേ ജോലി തടസ്സപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ നൂറേനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ലക്ഷ്മി വന്നിട്ട് അവിടെ സംസാരിച്ച് തുടങ്ങുന്നത്. എൻ്റെ ജോലി തടസ്സപ്പെട്ടു, നിങ്ങൾ അവിടെ കിടന്ന് ആക്രോശിച്ചതുകൊണ്ട് എൻ്റെ ജോലി തടസ്സപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് അക്ബർ വന്നിട്ട് ലക്ഷ്മിയോട് ചോദിക്കുന്നു, അതിന് ഞാൻ നിൻ്റെ മടിയിൽ കയറി ഇരുന്നോ നിൻ്റെ ജോലി തടസ്സപ്പെടാനായിട്ട്? അത് ഞാൻ അംഗീകരിച്ച് തരില്ല എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നു, മര്യാദയ്ക്ക് സംസാരിക്കണം, ഇത്തരത്തിലുള്ള സംസാരം ഇവിടെ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിച്ച് തുടങ്ങുന്നത് ലക്ഷ്മി. ഇല്ലേ, നേരത്തെ ഒരു ഇതിൽ ഈ അനീഷിൻ്റെ വീട്ടുകാരെ ജിഷിൻ വിളിച്ച സമയത്ത് വീട്ടുകാരെ പറഞ്ഞ് കളിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം ജിഷിൻ്റെ വീട്ടുകാരും പറഞ്ഞിട്ട് ലക്ഷ്മി വഴക്കിട്ടത് ഓർത്തുപോയി. അതേപോലെയാണ് മര്യാദയ്ക്ക് സംസാരിക്കണം, മാന്യമായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇതേ ലക്ഷ്മി തന്നെ ആദിലയ്ക്കും നൂറയ്ക്കും അഗെയിൻസ്റ്റ് ആയിട്ട് വളരെ മോശം രീതിയിൽ അക്ബറിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അക്ബർ പറയുന്നത്, ഈ വിഷയത്തിൽ നിന്നെ ഇവിടെ വേറെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ ഒച്ചയും ബഹളം ഉണ്ടാക്കി, പക്ഷെ പണിയിൽ തടസ്സപ്പെട്ടു എന്ന് നീ പറയുന്നതിനെ വേറെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ എന്ന് അക്ബർ പറയുകയും അതിനെതിരായിട്ടാണ് ലക്ഷ്മി ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ വഴക്കിൻ്റെ ഇടയ്ക്ക് നൂറ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, എന്നെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അതും കൂടെ ശ്രദ്ധിക്കണം. അങ്ങനെ ഗതികെട്ട് നൂറ അത് പറഞ്ഞു പോയി. കാരണം അത്തരത്തിലാണ് ഇവർ രണ്ടുപേരും കൂടെ ഈ അക്ബറും ജിഷനും കൂടെ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയത്. അപ്പോൾ ഇതിനിടയ്ക്ക് എല്ലാവരെയും കൂടെ കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് നൂറേൻ്റെ അടുത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട്, ഓരോ റൗണ്ടിലും തരുന്ന കോയിൻസ് നിങ്ങൾ കൃത്യമായിട്ട് വിധിച്ചു കൊടുക്കണം, കയ്യിൽ ബാക്കിയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ബാക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അക്ബറിന് മാത്രം കൊടുക്കുന്നില്ല. അക്ബറിന് ബ്ലാക്ക് കോയിനും കൊടുക്കുന്നില്ല. മിച്ചം നൂറേൻ്റെ കയ്യിലുണ്ടായിരുന്ന കോയിൻസ് എല്ലാം കൂടെ കൊണ്ടുവന്ന് സ്റ്റോർ റൂമിൽ വെക്കുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് BB സർക്കസ്, അതായത് നൂതില ചെരുപ്പ് ഫാക്ടറി സ്പോൺസർ ചെയ്യുന്ന BB സർക്കസ്, ഈ ആദ്യത്തെ ഈ നൂതില ചെരുപ്പ് ഫാക്ടറി എന്നുള്ള ടാസ്കിൽ പങ്കെടുക്കാത്ത ബാക്കിയുള്ള ആൾക്കാരാണ് ഈ BB സർക്കസിൽ പങ്കെടുക്കുന്നത്. അതായത് അനീഷ്, അനുമോള്, പ്രവീണ്, ജിസേൽ, ആര്യൻ, നെവിൻ, ഇവരാണ് ഈ BB സർക്കസ് എന്ന് പറയുന്ന ടാസ്കിൽ പങ്കെടുക്കുന്നത്. അനീഷാണ് ഇതിൽ റിംഗ് മാസ്റ്റർ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഓരോ മൃഗങ്ങളുടെ കോസ്റ്റ്യൂം ഇട്ടിട്ട് പറയുന്നതിനനുസരിച്ച് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോയിൻസ് കയ്യിലുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ തൊഴിലാളികൾ, ഇവർക്ക് കോയിൻസ് വേണമെങ്കിൽ സമ്മാനമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും ഏത് മൃഗത്തിൻ്റെ കോസ്റ്റ്യൂമാണ് ഇടേണ്ടത്, എത്തരത്തിലാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് ടാസ്ക് ലെറ്ററിലുണ്ട്. അപ്പം നായയായിട്ടുള്ളത് ആര്യനാണ്. അപ്പം നായ ചെയ്യേണ്ടത് റിംഗ് മാസ്റ്റർ പറയുന്നതിനനുസരിച്ച് റിങ്ങിൻ്റെ ഇടയ്ക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുക, കൈകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വീഴുക, പിന്നെ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുക, നിൽക്കാൻ പറയുമ്പോഴത്തേക്കിനും നിൽക്കുക, ബോൾ എറിഞ്ഞു തരുന്ന സമയത്ത് പോയിട്ട് ക്യാച്ച് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. പിന്നീട് ആനയായിട്ട് പെർഫോം ചെയ്യുന്നത് റെനയാണ്. അപ്പോൾ റെന ചെയ്യേണ്ടത് 3 ബ്ലോക്കുകളുണ്ട്, അതിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് 5 തവണ ഇങ്ങനെ ചാടുക എന്നുള്ളതാണ്. അവസാനം ജിം ബോൾ 10 തവണ തറയിൽ ബൗൺസ് ചെയ്യുക. കുരങ്ങനായിട്ട് പെർഫോം ചെയ്യുന്നത് നെവിനാണ്. ഒരു പ്ലേറ്റ് തരും, ആ പ്ലേറ്റിൻ്റെ ഉള്ളിൽ ആപ്പിൾ വെച്ചിട്ട് അത് തലയിൽ വെച്ച് ബാലൻസ് ചെയ്ത് സൈക്കിൾ ചവിട്ടുക എന്നുള്ളതാണ് കുരങ്ങൻ, അതായത് നെവിൻ ചെയ്യേണ്ടത്. പിന്നീട് ആടായിട്ട് വരുന്നത് അനുമോളാണ്. അനുമോൾ ആടായിട്ട് റാമ്പ് വാക്ക് ചെയ്യുക. 3 ആപ്പിളുകളുണ്ട്, ആ ആപ്പിൾ കഴിച്ചതിന് ശേഷം റാമ്പ് വാക്ക് ചെയ്യുക എന്നുള്ളതാണ്. സിംഹം ജിസേലാണ്. 3 സ്റ്റെപ്പുകൾ കയറുക, 3ാമത്തെ സ്റ്റെപ്പിൽ കിരീടം തലയിൽ വയ്ക്കുക. പിന്നീട് കഴുതയായിട്ടുള്ളത് പ്രവീണാണ്. അപ്പം ഓരോ ഫുട് പ്രിൻറ്റുകൾ ഉണ്ടാവും. അപ്പം ഓരോന്നിലും ഓരോ ഭാരങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ഫുട് പ്രിൻറ്റിലേക്ക് നടന്നിട്ട് ഓരോ ഭാരങ്ങൾ എടുത്ത് ഇങ്ങനെ തോളത്ത് വെച്ചിട്ട് നടക്കുക എന്നുള്ളതാണ്. അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരും തന്നെ കോയിൻസ് കൊടുക്കുന്നില്ല. അതിൽ അഭിലാഷാണ് ഈ നായയായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള. ആര്യന് മാത്രം അഭിലാഷ് വന്നിട്ട് കോയിൻ കൊടുക്കുന്നുണ്ട്, ബാക്കി ആർക്കും കോയിൻസ് കൊടുക്കുന്നില്ല. ഏതായാലും ഇന്നിപ്പോൾ ഈ 2 ടാസ്കിൻ്റെയും ബാക്കിയായിട്ടുള്ളത് ഉണ്ടാവും. ഇന്ന് വന്നിട്ടുള്ള പ്രൊമോയിൽ ഈ ഫാക്ടറി ടാസ്കിൽ വലിയ അടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, നൂറേൻ്റെ കൈയൊക്കെ മുറിയുന്നുണ്ട്. ഏത് തരം ടാസ്ക് കൊടുത്താലും അവസാനം കയ്യാങ്കളിയിലേക്ക് ആവുക എന്നുള്ളതാണ് ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്.